ഹലോ ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണോ? അങ്ങനെ ഹാപ്പി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. വേറൊന്നുമല്ല, നാമിയും ദശമിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പച്ചക്കറീനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. നോമ്പ് മുറിക്കേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നെ ബുദ്ധിമുട്ടണം അല്ലേ? അപ്പോൾ ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ആ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. മസാലയൊക്കെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് കുറച്ച് ഗ്രേവി രൂപത്തിലാണ് കേട്ടോ. കാരണം ഏട്ടൻ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മുക്കി തന്നെ അടിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കറി രൂപത്തിലൊരു ചിക്കൻ കറി തന്നെ ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ചിക്കനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയണം കേട്ടോ, വേറെ ഒന്നുമല്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്ക് വെക്കുന്നതിന് മുമ്പേ നമുക്കത് പറയാനറിയണം അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, പിന്നെ ജീരകം, പിന്നെ കുറച്ച് അധികമായിട്ട് നമ്മൾ തൈര് എടുക്കുന്നുണ്ട്, ഉപ്പ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിവിടെ കുരുമുളക് എടുത്തിട്ടില്ല. കാരണം പാറക്കുട്ടിക്ക് വാലി ചെറിയൊരു മുറിയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സ്പൈസ് അധികം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് പൊനച്ച് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ് ഇതപ്പോൾ ഇപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരികയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് തൈരും ജീരകമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മണം തന്നെ മുന്നിൽ നിൽക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റ്, അതൊരു പുളി ടേസ്റ്റ് നമുക്ക് വരും. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കബാബിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നും. അപ്പോൾ എന്നും ഒരുപോലെ ചിക്കൻ കറിയും ഫ്രൈ ഒക്കെ വെച്ചിട്ട് നമ്മളെ മക്കളെയും ഹസ്ബൻഡിനെയൊക്കെ മടുപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവരെ നാവിനെ നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴല്ലേ അവർക്ക് ഓരോ ദിവസം നമ്മളോടുള്ള സ്നേഹം കൂടിക്കൊണ്ട് വരികയുള്ളൂ. നമ്മൾ പറയാറില്ലേ, ഓരോ മനുഷ്യൻ്റെ മനസ്സിലേക്കുള്ള വഴി എന്താണ്? സ്വാദ് എന്ന വഴിയാണ്. അപ്പോൾ ആ സ്വാദ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. അപ്പോൾ എന്തായാലും വെറൈറ്റി ഡിഷസൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ വ്രതം മുറിച്ചാൽ മതി കേട്ടോ. അമ്മ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്രതം മുറിക്കാനായിട്ട്, അമ്മയെ നെയ്ച്ചോറ് ബിരിയാണി ഒന്നും ഉണ്ടാക്കരുത്, എനിക്ക് പൊറോട്ട വേണമെന്ന്. അവനൊരു പൊറോട്ട ലവറാണ് കേട്ടോ. എത്ര കഴിച്ചാലും അവനത് മതിയാവില്ല. അപ്പോൾ എന്തായാലും അവൻ്റെ ഇഷ്ടപ്രകാരം ഇന്ന് നമ്മൾ പൊറോട്ട തന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും കറിയും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ.